ബോക്സിംഗ് ഡേയിൽ പ്രീമിയർ ലീഗിൽ ഒരു മത്സരം. ആ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ്. 7ാം സ്ഥാനത്തുള്ള യുണൈറ്റഡ് 11ാം സ്ഥാനത്തുള്ള ന്യൂകാസിലിനെ നേരിടും. കഴിഞ്ഞ മത്സരത്തിൽ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലയോട് 2-1 എന്ന തോൽവി നേരിട്ടിരുന്നു. ന്യൂകാസിൽ ചെൽസിയോട് 2-2 സമനിലയും പിടിച്ചു. ഇരു ടീമുകൾക്കും വിജയ വഴിയിൽ തിരിച്ചെത്തണം. യുണൈറ്റഡിന്റെ ഹോമിലാണ് മത്സരം. ഇന്ത്യൻ സമയം 1:30 മത്സരം ആരംഭിക്കുക. ഇരു ടീമുകൾക്കും ഈ വർഷം പ്രീമിയർ ലീഗിൽ ഒരു മത്സരം ബാക്കിയുണ്ട്. അടുത്ത ആഴ്ചയിൽ യുണൈറ്റഡ് ദുർബലരായ വോൾസിനെ നേരിടും. വിജയത്തോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റിയ ചാൻസ്. ന്യൂകാസിലാകട്ടെ വെള്ളിയാണ് എതിരാളികൾ. 2 മത്സരവും ഡിസംബർ 30 നടക്കും. അടുത്ത മത്സരത്തിലേക്ക് വന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി വിസിസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഫോറസ്റ്റിന്റെ ഹോമിൽ നാളെ ഏർലി കിക്ക് ഓഫ്. ഇന്ത്യൻ സമയം 6 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ഏർലി കിക്ക് ഓഫ് വമ്പൻ ടീമുകൾക്ക് അത്ര നല്ലതല്ല. പക്ഷേ ഇത് സിറ്റിയാണ്. ചെർക്കിയുണ്ട്, ഹാളണ്ടുണ്ട്, പെപ്പുണ്ട്, തന്ത്രങ്ങളുണ്ട്. വിജയത്തോടുകൂടി അവസാനിപ്പിക്കാൻ സിറ്റി വരുന്നു. സിറ്റിയുടെ അവസാന മത്സരം ഈ വർഷത്തെ. അവസാന മത്സരത്തിൽ വെസ്റ്റ്ഹാമിനെ 3-0 സിറ്റി തോൽപ്പിച്ചു. ഫോറസ്റ്റ് ഫുൾഹാമിനോട് 1-0 തോൽവി നേരിട്ടു. അടുത്ത മത്സരം ലിവർപൂൾ വിസിസ് വോൾസ്. ലിവർപൂളിന്റെ ഹോമിൽ വെച്ച് ഇന്ത്യൻ സമയം 8:30 മത്സരം. ദുർബലരായ വോൾസിനെ അവർ നേരിടും. എത്ര ഗോളിന് ലിവർപൂൾ ജയിക്കും എന്ന് മാത്രം നോക്കിയാൽ മതി. മറ്റൊരു റിസൾട്ട് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലിവർപൂൾ കഴിഞ്ഞ 5 മത്സരങ്ങൾ തോൽവി അറിഞ്ഞിട്ടില്ല. വോൾസ് ആകട്ടെ ഈ ഇയറിൽ, ഈ പ്രീമിയർ ലീഗ് സീസണിൽ ഒരു മത്സരവും ജയിച്ചിട്ടില്ല. അടുത്ത മത്സരം ചെൽസി വിസിസ് ആസ്റ്റൺ വില്ല. ഈ ആഴ്ചത്തെ വമ്പൻ മത്സരം. ചെൽസിയുടെ ഹോമിൽ നാളെ ഇന്ത്യൻ സമയം 11 മണിക്ക് മത്സരം ആരംഭിക്കും. വില്ല അവസാനം കളിച്ച 10 മത്സരങ്ങൾ ജയിച്ചു വരുമ്പോൾ ചെൽസി അവസാന മത്സരം ന്യൂകാസിലിനോട് സമനില നേടിയുള്ള വരവാണ്. ആസ്റ്റൺ വില്ലയെ ഹോമിൽ പിടിച്ചു നിർത്താൻ ചെൽസിക്കാവുമെന്ന് കണ്ടറിയണം. ആസ്റ്റൺ വില്ലയെ പോയിന്റ് ടേബിളിൽ ആസ്റ്റൺ വില്ലയും ചെൽസിയുമായി 7 പോയിന്റ് വ്യത്യാസം 3-4 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഇരു ടീമുകളും ശക്തമായ ടീമുകൾ. ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നു. അടുത്ത മത്സരം ടേബിൾ ടോപ്പർ ആഴ്സണൽ വിസിസ് ബ്രൈറ്റൺ. ക്രിസ്മസ് വീക്കിൽ ടോപ്പിൽ, അത് ന്യൂ ഇയറിലും ആവർത്തിക്കാൻ ബ്രൈറ്റനെ സ്വന്തം ഗ്രൗണ്ടിൽ നേരിടാൻ ഗണ്ണേഴ്സ് ഇറങ്ങുന്നു. എതിരാളികളാകട്ടെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ഒരു ജയം മാത്രം സമ്പാദ്യം. സണ്ടർലാൻഡിനോട് സമനിലയുമായി അവർ എത്തുമ്പോൾ 5-ൽ 4 വിജയവുമായി ആഴ്സണൽ വരുന്നു. ടേബിൾ ടോപ്പിൽ തുടരാൻ, കപ്പ് തൂക്കാൻ ഇനിയൊരു തോൽവി അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ വീഴ്ച കാണാൻ നോക്കിയിരിക്കുന്ന സിറ്റിയും വില്ലയും തൊട്ട് പിന്നാലെയുണ്ട്. അക്കാര്യം അവർ മറക്കില്ല. വിജയം മാത്രം ലക്ഷ്യം. ഈ വർഷം അവർക്കൊരു മത്സരം കൂടി ബാക്കിയുണ്ട്. ഡിസംബർ 30 അവർ വില്ലയെ നേരിടും. വില്ല പാർക്കിലേറ്റ തോൽവിക്ക് എമിറേറ്റ്സിലിട്ട് കണക്ക് തീർക്കാൻ ഗണ്ണേഴ്സ് ഇറങ്ങും. കൂടെ അവരുടെ ടേബിൾ ടോപ്പിൽ വില്ലയുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം കൂട്ടുകയും വേണം. സിറ്റിയും ആഴ്സണലും തമ്മിൽ 2 പോയിന്റ് വ്യത്യാസം മാത്രം. ആസ്റ്റൺ വില്ലയുമായി 3. അതുകൊണ്ട് വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗണ്ണേഴ്സ് ഇറങ്ങുന്നു. ഈ ആഴ്ചയിൽ പ്രീമിയർ ലീഗ് നടക്കുന്ന മത്സരങ്ങൾ ഇതൊക്കെയാണ്. ഇതിന്റെ റിസൾട്ട് അവലോകനവുമായി ഞാൻ മറ്റൊരു വീഡിയോയുമായി എത്തും. ഇതുവരെ ഈ ചാനൽ കാണാത്തവർ ആണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്ക്, ഒരു ഷെയർ, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കുറച്ചധികം കമൻസ് വരുന്നുണ്ട്. അവലോകനം, നിങ്ങളുടെ അവതരണം എല്ലാം മോശമാണ്. അത് ഞാൻ നന്നാക്കും. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻസിൽ അറിയിക്കണം. ഞാൻ അതെല്ലാം ക്ലിയറാക്കി സെറ്റായിട്ട് വരും. അപ്പോൾ നന്ദി, നമസ്കാരം.